ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റർ, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരീ സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ആരാധനക്രമ വത്സരത്തിലെ പള്ളിക്കൂദാശ കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. സഭാത്മകമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ സഭാമക്കൾ യുഗാന്ത്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം എന്നുള്ള രീതിയിലാണ് ആരാധനക്രമ വത്സരത്തിലെ അവസാനത്തെ കാലഘട്ടമായ പള്ളിക്കൂദാശ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സഭ ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതം ഈ ഭൂമിയിലുള്ള ജീവിതം കൊണ്ട് അവസാനിക്കുന്ന ഒന്ന് അല്ല എന്നുള്ള കാര്യവും, അതിനുശേഷം യുഗാന്ത്യത്തിൽ നമുക്ക് ഒരു ജീവിതമുണ്ടെന്നും അത് ഈ ഭൂമിയിൽ നാം എപ്രകാരമാണ് ജീവിച്ചത് അതിൻ്റെ ബാക്കിയായിട്ടാണ് നമുക്ക് നല്ല ഒരു ജീവിതം കാത്തിരിക്കുന്നത് എന്നുള്ള ചിന്തയും ഈ ഒരു കാലഘട്ടം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. നല്ലവരായിട്ട് നല്ലതുപോലെ ജീവിക്കുവാനെ പ്രേരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ആരാധനക്രമ വത്സരത്തിലെ പള്ളിക്കൂദാശ കാലഘട്ടം 3-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിന് പറ്റിയ ചിന്തയുമായിട്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം സഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ താലന്തുകളുടെ ഉപമ എന്നുള്ള പേരിലാണ് ഇതറിയപ്പെടുന്നത്. താലന്തുകളുടെ ഉപമകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എപ്രകാരമാണ് ഈ ഭൂമിയിൽ താലന്തുകൾ ഉപയോഗിച്ച് ജീവിക്കേണ്ടത് എന്നതിനെപ്പറ്റിയുള്ള ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലുള്ള താലന്തുകളാണ് ദൈവം നൽകിയിരിക്കുന്നത്. ആ താലന്തുകളുടെ ശരിയായ ഉപയോഗം എങ്ങനെ നമ്മൾ നടത്തി എന്നതിനെ ആശ്രയിച്ചിരിക്കും പിന്നീടുള്ള നമ്മുടെ ജീവിത സൗഭാഗ്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ കാലഘട്ടത്തിൽ ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം മുഴുവനും ഇതുപോലെയുള്ള ചിന്തകൾ കൊണ്ടാണ് നിറയ്ക്കുന്നത്. 25-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 10 കന്യകമാരുടെ ഉപമയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അവിടെയും യുഗാന്തികരമായ ചിന്തകളാണ് നമുക്ക് പകർന്നു നൽകുന്നത്. വീണ്ടും നമുക്ക് മുന്നോട്ട് നീങ്ങിക്കഴിയുമ്പോൾ അവസാന വിധിയെക്കുറിച്ചുള്ള ചിന്തകൾ ഈ ഒരു 25-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 25-ാം അധ്യായം ഏറെ സഭാമക്കളെ ചിന്തിപ്പിക്കുകയും അവരുടെ ജീവിതം തന്നെ പാടെ മാറ്റിമറിക്കുവാൻ കാരണമാവുകയും ചെയ്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തെരേസ എന്ന് പറയുന്ന സിസ്റ്റർ മദർ തെരേസ എന്നുള്ള ആ ഒരു പദവിയിലേക്ക് ഉയരുവാൻ കാരണമായിരിക്കുകയാണ്. വീണ്ടും മദർ തെരേസ എന്ന് പറയുന്ന വ്യക്തിയെ വിശുദ്ധ പദവിയിലേക്ക് എത്തിക്കുവാൻ കാരണമായതും മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ 40-ാം തിരുവചനമാണ്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ആ ഒരു ചിന്ത ട്രെയിൽ വച്ച് വചനം വായിക്കുന്ന അവസരത്തിൽ സാധാരണ ഒരു സിസ്റ്ററിനെ പ്രേരിപ്പിക്കുവാൻ കാരണമായെങ്കിൽ ഒത്തിരിയേറെ സാധാരണ ജീവിതങ്ങളെ പിടിച്ചു കുലുക്കുവാൻ കാരണമായിട്ടുള്ള തിരുവചന ഭാഗങ്ങളുടെ സാരസംഗ്രഹമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം എന്ന് പറയുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടി സഭാമാതാവ് നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. താലന്തുകളുടെ ഉപമ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലുള്ള താലന്തുകൾ നൽകുന്ന ഒരു ഉടമസ്ഥനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒരാൾക്ക് 5 താലന്താണ് ലഭ്യമായതെങ്കിൽ മറ്റേയാൾക്ക് 2-ഉം മറ്റേയാൾക്ക് 1 താലന്തുമാണ് ലഭ്യമായത്. താലന്തുകളുടെ ഏറ്റക്കുറിച്ചുകളെക്കുറിച്ചുള്ള ചിന്തകളല്ല ഇന്നത്തെ സുവിശേഷന്റെ പരാമർശം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന താലന്തുകൾ എങ്ങനെ ശരിയായ രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചു എന്നതിനനുസരിച്ച് പ്രതിഫലം നൽകുന്ന ഒരു യജമാനൻ നിങ്ങൾക്കുണ്ട് എന്നുള്ള ചിന്ത ഇന്നത്തെ സുവിശേഷ ഭാഗം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ താലന്തുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്
നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം ക്രമപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, താലന്തുകൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എങ്ങനെ എപ്രകാരം നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് പ്രതിഫലം നൽകുന്ന നല്ല ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ള ചിന്ത ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒത്തിരിയേറെ സൗഭാഗ്യങ്ങളും നന്മകളും ഒക്കെ ലഭ്യമാകുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ശരിയായി നാം വിനിയോഗിക്കുന്നു എന്നതിനെപ്പറ്റി ചിന്തിക്കുവാൻ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ പ്രേരിപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പറഞ്ഞാൽ 2024 നവംബർ മാസം 16 ശനിയാഴ്ച 2:30 മനേജ എന്ന് പറയുന്ന ഗുജറാത്തിലെ ഇടവക ദേവാലയത്തിൻ്റെ കുദാശ കർമ്മത്തിൽ പങ്കെടുക്കുവാൻ ഞാനും ഏതാനും വ്യക്തികൾ ഇടവകയിൽ നിന്ന് പോവുകയുണ്ടായി. തദവസരത്തിൽ ഞാൻ കണ്ട വലിയൊരു അത്ഭുതാപകമായ കാര്യമെന്ന് പറയുന്നത് കേവലം 100 താഴെ മാത്രം കുടുംബങ്ങളുള്ള ആ ഒരു ഇടവകയ്ക്ക് എങ്ങനെ ഇത്ര ബൃഹത്തായ ഒരു ദേവാലയം നിർമ്മിക്കുവാൻ സാധിച്ചു എന്നുള്ള ചിന്ത എന്നെ മാത്രമല്ല എൻ്റെ കൂടെ വന്ന 7 പേരെയും അത്ഭുതപ്പെടുത്തുവാൻ ഇടവരികയുണ്ടായി. കാരണം നമ്മൾ നാട്ടിൽ കാണുന്ന രീതിയിലുള്ള തനതായ രീതിയിലുള്ള പാരമ്പര്യങ്ങളടങ്ങിയ രീതിയിലുള്ള നല്ല ഒരു ദേവാലയം, അതിമനോഹരമായിട്ടുള്ള ദേവാലയം, ഇത്രമാത്രം പ്രൗഢ ഗംഭീരമായിട്ടുള്ള മറ്റൊരു ദേവാലയം ഗുജറാത്തിലെ ശംഷാബാദ് രൂപതയ്ക്ക് സ്വന്തമായിട്ടുണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയ നിമിഷങ്ങൾ. പ്രിയമുള്ളവർ, ഏറെ അത്ഭുതം നിറഞ്ഞതായിരുന്നു ആ ദേവാലയം. കാരണം നമുക്കൊക്കെ ചിന്തിക്കുവാൻ പറ്റുന്നതിനപ്പുറമായിട്ടുള്ള ഒരു ദേവാലയം, നമ്മുടെയൊക്കെ കണ്ണു തുറപ്പിക്കുന്ന ഒരു ദേവാലയം. ശംഷാബാദ് രൂപതയുടെ കീഴിൽ ഗുജറാത്ത് റീജിയനിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സാധാരണ ഇടവാംഗങ്ങൾക്ക് ഇത്രമാത്രം ബൃഹത്തായ ഒരു ദേവാലയം നിർമ്മിക്കുവാനും അവരുടെ വിശ്വാസ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ ആ ദേവാലയത്തിൽ നിന്ന് കുറവില്ലാതെ ലഭിക്കുവാൻ അവർ കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് അവിടെ ആ കുദാശ കർമ്മത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കാണുവാൻ സാധിക്കുന്നത്. അഭിമന്യ പിതാവിൻ്റെ വാക്കുകളിൽ തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ മെത്രാനായതിനു ശേഷം ഇത്രയും ബൃഹത്തായ ഒരു ദേവാലയ കുദാശ ഞാൻ നടത്തിയിട്ടില്ല. അത്രമാത്രം ബൃഹത്തായ ഒരു ദേവാലയ കുദാശയ്ക്കാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ഏറെ കാലഘട്ടത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായിട്ട് മനേജ ഇടവക കാസൂക്ഷിച്ചതിൻ്റെ വലിയ ഒരു പ്രതിഫലം എന്ന പോലെ അവർക്ക് ലഭ്യമായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഓരോ ഇടവകയും ഇത് സാധ്യതമാണ് എന്നുള്ള കാര്യം ഈ ഒരു ഇടവക തെളിയിച്ചിരിക്കുകയാണ്. കേവലം 100 താഴെ മാത്രമുള്ള കുടുംബങ്ങളുള്ള ഈ ഒരു ഇടവകയ്ക്ക് മറ്റ് ഇടവകകൾക്ക് ഇത് മാതൃകയായിട്ട് നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾക്കും സാധിക്കും എന്നുള്ള ചിന്ത അവർ പകർന്നു നൽകുന്നുണ്ട്. എങ്ങനെയാണ് ഇത് സാധിച്ചത് എന്നുള്ള കാര്യമാണ് നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടത്. അത് ഇന്നത്തെ തിരുവചന ഭാഗവുമായിട്ട് ഏറെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. താലന്തുകളുടെ ഉമ്മ, ഇവർക്ക് ലഭിച്ച ഈ താലന്തുകൾ ഒത്തൊരുമയോടെ ഒരു വിശ്വാസ കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇത്രയും ബൃഹത്തായ ഒരു ദേവാലയം കെട്ടിപ്പടുക്കുവാൻ അവർക്ക് സാധ്യതമായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരുമയോടെ കെട്ടുറപ്പോടുകൂടി ഒരുമിച്ച് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരു ഇടവകയ്ക്കും സാധിക്കുന്നതാണ് ഇത് എന്നുള്ള ചിന്ത പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബൃഹത്തായ ഈ ഒരു ദേവാലയം അവരുടെ സ്വപ്നമായിരുന്നു. അത് മക്കാർപുര, മനേജ എന്നീ പ്രദേശങ്ങളിൽ കെട്ടുറപ്പുള്ള ബൃഹത്തായ ഒരു ദേവാലയമായിരിക്കണം എന്നുള്ള ചിന്ത അവർക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പറ്റുമെങ്കിൽ ഗുജറാത്ത് റീജിയനിലെ കത്തീഡ്രൽ ദേവാലയമായിട്ട് അഭിമന്യ പിതാക്കന്മാർ ഇതിനെ ഉയർത്തുവാൻ കാരണമാകണം. ആ ഒരു ചിന്തയോടുകൂടി, ഒത്തൊരുമയോടുകൂടി, കെട്ടുറപ്പോടുകൂടി കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമാണ് നവംബർ മാസം 16 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 കൂദാശ ചെയ്തപ്പോൾ അവർക്ക് ലഭ്യമായത്. പ്രിയമുള്ളവരെ, താലന്തുകൾ കൂട്ടിവെച്ചുകൊണ്ട് പൊതു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഓരോ ഇടവയ്ക്ക് ലഭിച്ച വലിയ കൃപാവരത്തിൻ്റെ സാക്ഷിപത്രമാണ് ഈ സെന്റ് അൽഫോൻസ ചർച്ച് മനേജ എന്ന് പറയുന്നത്.
അവിടെയുള്ളവർ മറ്റ് ഗുജറാത്ത് റീജിയനിലുള്ള മറ്റു ഇടവകയിലെ ആളുകളിൽ നിന്ന് സമ്പന്നരായതുകൊണ്ടല്ല അവർക്ക് ഇത് സാധ്യതമായത്. അവർക്ക് ഉള്ളതും അവർ സമ്പാദിച്ചതും അവർ ആഗ്രഹിച്ചതുമായ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഈ ഒരു മനോഹരമായ ദേവാലയം നിർമ്മിക്കുവാൻ സാധിച്ചത്. പ്രിയമുള്ളവരെ, ആദ്യം ഉണ്ടാവേണ്ടത് നമ്മുടെ മനസ്സുകളിലെ ആഗ്രഹമാണ്. ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് താലന്തുകൾ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കൃപാവരം അവിടെ വർഷിക്കുവാൻ കാരണമാകും. കൃപാവരം കൂടി കൂടിച്ചേരുമ്പോഴാണ് അവരുടെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് പൂർണ്ണതയാകുന്നത്. അതാണ് ആ പൂർണ്ണത തന്നെയാണ് നവംബർ മാസം 16-ാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് സംഭവിച്ചത്. പ്രിയമുള്ളവരെ, താലന്തുകൾ വെറുതെ മൂടി വയ്ക്കുവാൻ വേണ്ടിയുള്ളതല്ല. ഒരു നാണയം ലഭിച്ച, ഒരു താലന്ത് ലഭിച്ചവൻ അത് മണ്ണിൽ കുഴിച്ചിടുകയാണ് ചെയ്തത്. ആർക്കും ഒരു പ്രയോജനവും അതുകൊണ്ട് ലഭിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, മടിപിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയും ചെയ്യുവാൻ സാധിക്കും. പക്ഷേ താലന്തുകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി, വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടി അവർ വിനിയോഗിച്ചു കഴിഞ്ഞപ്പോൾ ലഭ്യമായ വലിയൊരു നന്മ, ആ നന്മ തന്നെയാണ് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ കൈത്താങ്ങായി കൂടെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യം കൂടി പള്ളിക്കുദാശ കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പുണ്ട്. മരണം നമ്മെ തേടി വരുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ജീവിത അവസ്ഥകൾ മാറ്റപ്പെടേണ്ടതാണ് എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. ക്രൈസ്തവ വിശ്വാസം തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നന്മകൾ ചെയ്തുകൊണ്ട് പൊതു നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളുമൊക്കെ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തെ പ്രതിഫലം നൽകുന്ന കർത്താവുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഭൂമിയിലുള്ള ക്രിസ്തുകാല ജീവിതം എന്ന് പറയുന്നത് സമ്പാദിച്ചു കൂട്ടുവാൻ വേണ്ടി മാത്രമുള്ളതല്ല എന്നുള്ള കാര്യം കൂടി ഈ ഒരു കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശരിയായ താലന്തുകളുടെ വിനിയോഗം ആവശ്യമാണ് എന്നുള്ള ചിന്ത ഈ കാലഘട്ടം നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. നമുക്ക് ലഭിച്ച എത്രമാത്രമുള്ള താലന്തുകളുണ്ടോ ആ താലന്തുകൾ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് കാരണമാകട്ടെ. ലഭ്യമായത് എത്രയാണ് എന്നുള്ള ചിന്തയല്ല, അത് എത്രയാണെങ്കിലും വർദ്ധിപ്പിക്കുവാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള ചിന്ത ആണ് നമ്മെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ പ്രേരിപ്പിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്. താലന്തുകളുടെ ഉപമ സഭാത്മകമായി ജീവിക്കുവാൻ നമ്മെ ഏറെ പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആരാധനക്രമ മത്സരത്തിലെ ഈ പള്ളിക്കൂദാശ കാലഘട്ടത്തിൽ സർവശക്തനായ ദൈവം നമുക്ക് എല്ലാവിധ നന്മകളും വർഷിക്കുവാൻ കാരണമാവുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.